ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രണ്ട് പാറ്റേണാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്ന് അതിൻ്റെ മിററായിട്ട് വരുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ഇത് രണ്ട് എങ്ങനെ ചെയ്യുന്ന നോക്കാം. ഇതിൻ്റെ പ്രത്യേകത, നമ്മൾ ഓൾറെഡി ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നോർമലി എത്ര 1 സ്റ്റാർ, അതുപോലെ തന്നെ 2 സ്റ്റാർ, 3 അങ്ങനെ ഇൻക്രിമെൻ്റ് ആയി പോകുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതിൽ വരുന്നത് ഓഡ് നമ്പേഴ്സാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. 1 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3 ആണ്, അത് കഴിഞ്ഞാൽ 5, 7 അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റുള്ള ബ്ലൂ കളർ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഓൺലൈൻ കമ്പൈലറിൽ നമുക്ക് എന്തൊക്കെയാണ് വേരിയബിൾസ് വേണ്ടത് അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻറ്റ് റോസ് എന്ന് പറയുന്നൊരു വേരിയബിൾ വേണം. എത്ര റോസിൽ താഴോട്ട് പ്രിൻറ്റ് ചെയ്യണം നമ്മൾ കണ്ട് അതിൽ 4 റോസിലായിട്ട് താഴോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എത്ര ടോട്ടൽ എത്രയാണ്, ടോട്ടൽ കോളംസ് എത്ര ഉണ്ട് നോക്കാം. ടോട്ടൽ കോളംസ് എത്രയാണ്, 11 കോളംസ് ഉണ്ട്. 11 കോളത്തിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ എന്താ സ്പേസ് ആണ് വേണ്ടത്, ചിലയിടത്ത് സ്റ്റാർ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുക, ഇഫ് കണ്ടീഷനകത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഫോർ ലൂപ്പിൽ നമുക്ക് അതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻറ്റ് ഐയും അതുപോലെ തന്നെ ജെയും നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഫോർ ലൂപ്പ് താഴെ കൊടുക്കാം. ഇത് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പാണ്. റോസിലോട്ട് എന്ത് ചെയ്യുക, താഴോട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഐൻ്റെ വാല്യൂ നമുക്ക് എത്രയും സ്റ്റാർട്ട് ചെയ്യാം, 1ൽ നിന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഐ ലെസ് ദാൻ ഏത് വരെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോസ് വരെ. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ 4 റോസിലായിട്ട് അത് താഴോട്ട് പ്രിൻറ്റ് ചെയ്യിക്കും. ഇനി നമുക്ക് വേണ്ടത് ഇന്നർ ഫോർ ലൂപ്പാണ്. നമുക്ക് സ്റ്റാറും അതുപോലെ തന്നെ സ്പേസ് ഒക്കെ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. അപ്പോൾ ജെ അസൈൻ, ജെൻ്റെ വാല്യൂ നമ്മൾ ഇവിടുന്ന് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇത് വരെയാ ടോട്ടൽ കോളംസ് അല്ലേ, ടോട്ടൽ കോളംസ് ഓക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവരെ എന്നിട്ട് ജെൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ഇത് നോക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, 11 റോസാണ് ടോട്ടൽ, 11 കോളത്തിലാണ് ടോട്ടൽ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് ഇനി എവിടെയൊക്കെ നമുക്ക് സ്പേസ് വേണം, അതുപോലെ തന്നെ എവിടെയൊക്കെ സ്റ്റാർ വേണം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് അതിനകത്ത് ഞാനൊന്നും കൊടുക്കുന്നില്ല, അത് നമുക്ക് പറഞ്ഞുതരാം. എൽസ് അതുപോലെ ഇത് രണ്ടെന്ന് കൊടുത്ത് ഇനി എൽസിൽ നമുക്ക് എന്ത്, ഇഫ് കണ്ടീഷനകത്ത് എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, സ്റ്റാർ പ്രിൻറ്റ് ഒരു ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്ത് സെമിക്കോളം കൊടുത്ത് ഇനി സെയിം ഇവിടെ എൽസിൽ എന്ത് കൊടുത്തതാണ്, പ്രിൻ്റ് എഫിൽ ഒരു 2 സ്പേസ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് സ്റ്റാറിൻ്റെ സ്പേസും പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ഓൾറെഡി അവിടെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു സ്പേസ്. അപ്പോൾ അങ്ങനെയാണ് 2 സ്പേസ് കൊടുക്കുന്നത്. എന്നിട്ട് സെമിക്കോളം കൊടുത്ത് ഇപ്പോൾ ഇഫ് കണ്ടീഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇനി കണ്ടീഷൻ കൊടുക്കുക. നമുക്ക് ആദ്യം എങ്ങനെയാണ് വേണ്ടത്, ജെൻ്റെ വാല്യൂ ആണ് നമുക്ക് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ജെൻ്റെ വാല്യൂ ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്യിക്കുന്നത് ഏതാ, ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റത്തെ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെൻ്റെ വാല്യൂ ഓക്കെ, ജെ ലെസ് ദാൻ ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരിക, നമുക്കിങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഫസ്റ്റ് ലൈനിൽ എത്ര എണ്ണം വേണ്ടത്, 1 സ്റ്റാർ, പിന്നെ വേണ്ടത് എത്ര 3 സ്റ്റാർ, പിന്നെ 5, പിന്നെ 7 അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ താഴെ പ്രിൻ്റ് എഫിൽ എന്ത് കൊടുത്തിട്ടില്ല, പ്രിൻ്റ് എഫിൽ /n എന്ന് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പോൾ /n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ താഴോട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ 1, 2, 3, 4 ഇങ്ങനെയാണ് നോർമലി നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മാറിയിട്ട് ഐൻ്റെ കൂടെ നമ്മൾ +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക, അതിൻ്റെ കൂടെ ഓരോന്ന് കൂടുമല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല പ്രിൻറ്റ് ചെയ്യേണ്ടത്, 1 തന്നെ വേണം ഫസ്റ്റത്തെ കേസിൽ, പിന്നെ അത് 3 ആയിട്ട് മാറണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. 2 × i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2 × i എന്ന് കൊടുക്കുമ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 ഓക്കെ, അപ്പോൾ 2 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സെയിം ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, ജസ്റ്റ് 2 ഓക്കെ. ഓരോ ടൈമിലും എന്ത് ചെയ്യുന്നുണ്ട്, ഐൻ്റെ വാല്യൂൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 2, 4 അങ്ങനെ വരുന്നത്. ഓക്കെ, 2, 4, 6, 8 എന്നാണ് വേണ്ടത്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ചേഞ്ച്, ഒരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാക്കാൻ പറ്റും. 2, 4, 6, 8 എന്നാണ് വരുന്നത്.
അപ്പോൾ ഇതിനെ നമുക്ക് 1 3 5 7 എന്നാക്കാൻ എന്ത് ചെയ്താൽ മതി, ഐയിൽ നിന്ന് 1 കുറച്ചാൽ മതിയില്ലേ ജസ്റ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇക്വേഷന് ബിൽഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അതിൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 1 3 5 7 എന്ന് പറഞ്ഞ് കിട്ടി. ഇപ്പോൾ നമുക്ക് ഒരു സൈഡായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേണിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്തിട്ട് ഫസ്റ്റത്തെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലൂപ്പ് എന്തായാലും ഏതുവരെ പോകും, 11 കോളം വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇനി ഇതിനൊരു ഓർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ജെൻ്റെ വാല്യൂ ലെസ് ദാൻ ആയിരുന്നു, അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ആയിരുന്നു നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി ജെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആവുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും കേട്ടോ അവിടെ ഇത് വരുന്നത്. ലെസ് ദാൻ എന്ന് ഈക്വൽ ടു കൊടുക്കാമെന്ന് നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ജെൻ്റെ വാല്യൂ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ ജെ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ കോളത്തിൽ നിന്ന് എന്ത് ചെയ്യാം, മൈനസ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ടോട്ടൽ കോളത്തിൽ എത്രയുണ്ട് വാല്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ കോളംസ് എന്ന് പറയുന്നത് 11 അപ്പോൾ നമുക്ക് ഏത് കോളം മുതൽ പ്രിൻ്റ് ചെയ്യണം, നമുക്ക് 10 കോളങ്ങളിലും പ്രിൻ്റ് ചെയ്യിക്കണ്ട. ഓക്കെ, ജസ്റ്റ് നോക്കും, ഇതിനകത്ത് ടോട്ടൽ വരുന്നത് 9 സ്പേസ് ആയിരിക്കും. അതെങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത്, ടോട്ടൽ 11 കോളത്തിലാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ആദ്യത്തിലും അവസാനത്തിലും എന്ത് ചെയ്യിക്കുന്നുണ്ട്, സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ 9 സ്പേസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ 9 സ്പേസിൻ്റെ കൂടെ ഫസ്റ്റത്തെ കേസ് ഞാൻ പറയുന്നത്, ഫസ്റ്റത്തെ റോയിൽ 9 എണ്ണത്തിന് കൂടെ ഒന്നുകൂടി ഫസ്റ്റത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10. ഓക്കെ, ഈ 10 കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡത്തെ വരുന്ന ടൈമിൽ 3, അതുപോലെ തന്നെ 3 3 6. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എത്ര വരുന്നത്, ഒരു സ്പേസ് ഉണ്ടാവുക, 11 എത്ര 6 കുറച്ച് കഴിഞ്ഞാൽ അത്ര ഉണ്ടാവുക. അപ്പോൾ ഒരു 5 അല്ലേ വരുന്നത്, 5 സ്പേസ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 9 + 1 10 സ്റ്റാർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, 1 പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കാം. അപ്പോൾ ടോട്ടൽ കോളംസിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. എത്ര മൈനസ് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ കോളംസിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ആ ഒരു വാല്യൂ 10 ആവണം. ഓക്കെ, 10 ആയിക്കഴിഞ്ഞാൽ മാത്രമേ 10നേക്കാൾ ഗ്രേറ്റർ ആണ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ 11 ആവുന്ന ടൈമിൽ പ്രിൻ്റ് ചെയ്യിക്കുള്ളൂ. കാരണം ജെൻ്റെ വാല്യൂ 11 വരുന്ന ടൈമിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് 1 ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 11 ആക്കണമെങ്കിൽ ഇക്വേഷൻ 2 ഇൻറ്റു ഓക്കെ എന്ത് ചെയ്യാം, ടോട്ടൽ കോളംസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. കാരണം അതിൽ 11 പക്ഷെ നമുക്ക് വേണ്ടത് 10. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 എന്നിട്ടിട്ട് കാര്യമല്ല. ഫസ്റ്റത്തെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ കേസിൽ മാത്രം ഒരു സ്റ്റാർ കിട്ടും, പിന്നെയൊക്കെ എന്ത് ചെയ്യും, ഓരോ സ്റ്റാർ വീതം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ പറ്റില്ല, നമ്മൾ അതിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. 2 ഇൻറ്റു ഓക്കെ 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പാറ്റേൺ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ 2 സ്റ്റാർ നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ 2 സ്റ്റാർ, പിന്നെ എത്രയാ 4 സ്റ്റാർ, പിന്നെ 6 സ്റ്റാർ, പിന്നെ 8 സ്റ്റാർ, അങ്ങനെ അത് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ ഇതിപ്പോൾ നമുക്ക് 1 കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഈ ടോട്ടൽ കോളംസിൽ നിന്ന് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഐ +1 എന്ന് നമ്മൾ കൊടുക്കണം. -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ടോ 3 സ്റ്റാറിൻ്റെ എണ്ണം കൂടുക. കാരണം സ്റ്റാറിൻ്റെ എണ്ണം കൂടുക എന്ന് പറയുമ്പോൾ അത്രയും ബാക്കോട്ട് വന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രിൻറ്റിങ് നടക്കുകയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിൻറ്റിങ് വൈകിക്കാണ് വേണ്ടത്, ലാസ്റ്റ് എൻഡിങ്ങിലോട്ടാണ് വേണ്ടത്. +1 എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയില്ലേ. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേഷൻ ഇവിടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ കോളംസിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 11. ഓക്കെ, ടോട്ടൽ കോളംസിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആദ്യം ചെയ്യുന്നത്. 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ എത്ര വരിക, ഐൻ്റെ വാല്യൂ ഫസ്റ്റത്തെ കേസിൽ 1 ആണ് വരുന്നത്. അപ്പോൾ 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 എന്ന് വരും. ഇനി 2 + 1 ചെയ്തിട്ട് 3 എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്യുക, അങ്ങനെയല്ല ചെയ്യുന്നത്. 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടി. 2 എന്ത് ചെയ്യും, ടോട്ടൽ കോളംസിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 11ൽ നിന്ന് എത്ര മൈനസ് ചെയ്യുന്നത്, 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. 9ൻ്റെ കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക നമുക്ക്, 9ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 10 എന്ത് ചെയ്യും, ജെൻ്റെ വാല്യൂ 10 കഴിഞ്ഞതിന് ശേഷം >10. ഓക്കെ, ജെൻ്റെ വാല്യൂ >10 ആവുന്ന ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ താഴോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി.
അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എല്ലാ സ്റ്റെപ്പിൻ്റെയും റോസിൻ്റെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താവും ലെങ്തി വീഡിയോ ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു ഇത് മനസ്സിലായില്ലേ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാറ്റേൺ നോക്കാം. ഓക്കെ, ഓപ്പോസിറ്റ് പാറ്റേണിൽ വരുന്നത് ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഈ റെഡ് പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ വരുന്നത് എന്ത് ചെയ്യുക, റോസ് കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്യിക്കുന്നുണ്ട്, പിന്നെ താഴോട്ട് ഇങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇഫും എൽസ് ഈ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജെൻ്റെ വാല്യൂ ലെസ് ദാൻ ഏത് വരെയാ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ജെൻ്റെ വാല്യൂ ലെസ് ദാൻ ടോട്ടൽ കോളംസ്, അതായത് ടോട്ടൽ കോളംസ്. ഓക്കെ, ടോട്ടൽ കോളംസിന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം നമുക്ക് 2 ഇൻറ്റു, ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക്, 2 ഇൻറ്റു i മൈനസ് 1. ഓക്കെ, 2 ഇൻറ്റു i എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തില്ല, അതുപോലെ ഇങ്ങനെ വരും ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 2 ഇൻറ്റു i മൈനസ് 1 നമുക്ക് വേണമെന്ന് മനസ്സിലായി, കാരണം നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തതല്ലേ. ഓക്കെ, 2 ഇൻറ്റു i മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ് വരുന്നതെന്ന്, ഓക്കെ ഇവിടെ വരുന്നത് എത്രയാണ്, ടോട്ടൽ കോളംസിൻ്റെ വാല്യൂ എത്ര വരുന്നത് 11. 11ൽ നിന്ന് എന്ത് ചെയ്യും 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക നമുക്ക്, ഫസ്റ്റത്തെ കേസിൽ 2 എന്ന് കിട്ടും. 2 ടോട്ടൽ കോളംസിൽ നിന്ന് 9 മൈനസ് 1 എന്ന് പറയുമ്പോൾ 8. ഓക്കെ, അതായത് 8 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുക. ടോട്ടൽ കോളംസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11. 11ൽ നിന്ന് 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ എത്ര വരിക, 2 തന്നെയാണ് വരിക. 2 11ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 9 എന്ന് പറയുന്ന വാല്യൂ കിട്ടുക. 9ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, 8 ആണ് വരുന്നത്. 8 എന്ത് ചെയ്യും, ലെസ് ദാൻ ജെ ആണോ നോക്കും. ജെനേക്കാൾ ഓക്കെ, ജെൻ്റെ വാല്യൂ 8നേക്കാൾ കുറവ് വരുന്ന ടൈമിൽ, അതായത് 7 വരെ വരുന്ന ടൈമിലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുന്നത്, ഇഫ് കണ്ടീഷനകത്ത് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 കണ്ടോ, 7 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, ടോട്ടൽ കോളംസിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻ 2 ഇൻറ്റു i മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അത്രയും പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാൻ പറ്റും കേട്ടോ, ബാക്കിയുള്ളതൊക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഓർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് എന്ത് ചെയ്യുക, ജെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആകുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ, അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ജെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ഇൻറ്റു i എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. 2 ഇൻറ്റു i എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നത്. ഓക്കെ, 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3 സ്റ്റാറൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് എൻഡിങ്ങിൽ. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൈനസ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്ലസ് ചെയ്യണം. +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ ഇവിടെയല്ല, +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഇത് സാറ്റിസ്ഫൈ ആവില്ല, കാരണം 2 സ്റ്റാർ ഉണ്ടാവും എൻഡിങ്ങിൽ. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ 2 സ്റ്റാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 എന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 ഇൻറ്റു i + 2 കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു i + 2. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് തരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഫസ്റ്റത്തെ ലൈനിൻ്റെ. അപ്പോൾ ഇവിടെ വരുന്നത് 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്, ഫസ്റ്റത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ ഒരു കേസിൽ ഫസ്റ്റത്തെ ഇത് നോക്കണ്ട, കാരണം 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2. ഓക്കെ, 2 തന്നെയാണ് വരുന്നത്. 2 + 2 എന്ന് പറയുമ്പോൾ 4. ഗ്രേറ്റർ ദാൻ 4 ആകുന്ന ടൈമിലൊക്കെ എന്ത് ചെയ്യുക, സ്റ്റാർ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, 7 വരെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8ഉം 4ഉം അതൊക്കെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും, കാരണം ഗ്രേറ്റർ ആണല്ലോ. അതുകൊണ്ട് ആ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആണ്. സെക്കൻഡ് കേസിൽ നമുക്കിവിടെ സെൻറ്ററിൽ ഒരു സ്പേസ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട് ഓക്കെയാണ്, ഈ ഒരു സൈഡ് വരുന്നത് നമ്മുടെ ഈ ഒരു ഇക്വേഷൻ കൊടുത്ത്. ഇനി സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെയാണ് സാറ്റിസ്ഫൈ ആകുന്നത് നോക്കാം. 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രാവശ്യം. അപ്പോൾ 2 ഇൻറ്റു i എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 എന്നാണ് വരിക. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 + 2 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ 6നേക്കാൾ ഗ്രേറ്റർ ആവണം. അപ്പോൾ 1 അതായത് സെക്കൻഡ് റോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 1 2 3 4 5 എന്ന് പറഞ്ഞ് 5 സ്റ്റാർ ആദ്യം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് 6 ആണ്. ഓക്കെ, 6ലാണ് നമുക്ക് സ്പേസ് കിട്ടാൻ കാരണം എന്താ, 6നേക്കാൾ വലുതായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, 6 വരെ നമ്മൾ ആദ്യത്തെ കേസിൽ പ്രിൻറ്റ് ചെയ്തിട്ടില്ല, 5 വരെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ.
അപ്പോൾ 6 അവിടെ ഫ്രീ ആണ്. അപ്പോൾ 6-നേക്കാൾ ഗ്രേറ്റർ ആവണം. അപ്പോൾ ജെൻ്റെ വാല്യൂ 6-നേക്കാൾ വലുതാണെങ്കിൽ ഓക്കെ ആ ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 6 അല്ലേ ഈ ഒരു സൈഡിൽ 2 × i എന്ന് പറയുമ്പോൾ 2 × 2 4 4 + 2 എന്ന് പറയുമ്പോൾ 6 6-നേക്കാൾ വലുതാവുന്ന ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യിക്കുള്ളൂ. ഇനി നെക്സ്റ്റ് കേസ് വരുമ്പോൾ വീണ്ടും നോക്കുക അതിൻ്റെ വാല്യൂ 3 ആവും. അപ്പോൾ 2 × i എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക 2 × 3. അപ്പോൾ അവിടെ തന്നെ 6 വരുന്നുണ്ട്. 6 + 2 എന്ന് പറയുമ്പോൾ എന്ത് വരും 8 വരും. അപ്പോൾ 8-നേക്കാൾ വലുത് വരുമ്പോൾ ഓക്കെ ഇവിടെ ഈ ഒരു കേസിൽ അപ്പോൾ 8-നേക്കാൾ 8ാമത്തെ ലൈനിനേക്കാൾ കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യുള്ളൂ പ്രിൻറ്റ് ചെയ്യിക്കുള്ളൂ സ്റ്റാർ ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ ഒരു പ്രിൻ്റ് എഫ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പ്രിൻ്റ് എഫിൽ %d എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ജെൻ്റെ വാല്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ജെൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ ജെൻ്റെ വാല്യൂ 1 2 3 4 അങ്ങനെ കറക്റ്റായിട്ടാണ് വരുന്നത്. ഇനി ഈ ഒരു ഇക്വേഷൻസിൻ്റെയും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ എന്ത് ചെയ്യാം നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓക്കെ കണ്ടോ 8 6 4 2 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ അതായത് 8ാമത്തെ ലൈനിനേക്കാൾ ചെറുത് വരെ ജെ ഫസ്റ്റത്തെ കേസിലാട്ടോ പറയുന്നത്. 8ാമത്തെ നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ 8-നേക്കാൾ ചെറുത് അതായത് 7 വരെയാണ് ഫസ്റ്റത്തെ ലൈനിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ 6-നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ 5ാമത്തെ ലൈൻ വരെയാണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ വരുന്നത് 4-നേക്കാൾ ചെറുത് അതായത് 3 സ്റ്റാറാണ് ഫസ്റ്റ് ഈ ഒരു സൈഡിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. പിന്നെ 2-നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ 1 സ്റ്റാറാണ് ഏറ്റവും അവസാനത്തിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്നത് കണ്ടോ. അങ്ങനെ അത് കിട്ടി. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടും. ഓക്കെ ഈ ജെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 4 6 8 കണ്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ 4-നേക്കാൾ വലുതാകുമ്പോൾ കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്യിക്കുകയാണ്. പിന്നെ 6ാമത്തെ എന്ത് ചെയ്യുക കോളത്തിനേക്കാൾ കൂടുതലാവുന്ന ടൈമിലുള്ളൂ എന്ത് ചെയ്യുന്നുള്ളൂ പ്രിൻറ്റ് ചെയ്യിക്കുന്നുള്ളൂ. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വാല്യൂ വെച്ചിട്ട് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും സിമ്പിളായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ വേണമെങ്കിൽ ടാബിളൊക്കെ വെച്ചിട്ട് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് കമൻറ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുത്താണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക കമൻറ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഊപ്സിൻ്റെ ഒക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അരൈസിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. ഊപ്സിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ റിക്വസ്റ്റ് അയച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.